അപ്പൊ എല്ലാവർക്കും നമസ്കാരം. JRCM മാഡത്തിനെ പരിചയപ്പെടുത്തി കോട്ടയത്തു നിന്നാണ്. എനിക്ക് RCMൽ കഴിഞ്ഞ 4 വർഷത്തോളം കഴിഞ്ഞു RCMൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആക്റ്റീവായിട്ട് എന്റെ ഉള്ള സമയത്ത് മാക്സിമം ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുണ്ട് മേഖലകൾ RCMൽ വന്നപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. കാരണം ഞാൻ പണ്ട് ജോലി ചെയ്ത അല്ലെങ്കിൽ വർക്ക് ചെയ്ത മേഖലയിൽ ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകൾ വന്നപ്പോൾ, എന്റെ ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ വന്നപ്പോൾ കൂടുതൽ സന്തോഷത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ ഒരു 3 വർഷമായി നമ്മൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ വളരെ സന്തോഷകരമായി തോന്നിയ 2 പ്രൊഡക്ട് സെക്ടർ ഉണ്ട്. ഒന്നാണ് മാഡം പറഞ്ഞ പെയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ആശയം വന്നാണ്, ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അടുത്തത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു കൃഷി മേഖല. എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്, പഠിക്കാൻ ശ്രമിക്കുന്ന മേഖലയാണ്. അതിലേക്ക് ഹരിത സഞ്ജീവനി വളരെ വിശാലമായ ഒരു ശ്രേണി നമുക്ക് നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി 26 നമ്മുടെ ഗുരുകുലിൽ കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ട് എല്ലാ ക്ലാസ്സുകളിലും കയറാറില്ല, പക്ഷേ എങ്കിലും മിക്കവാറും ദിവസങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. കയറുമ്പോൾ ജനുവരി 26 നമ്മുടെ TCG പറയുന്നു, നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കൈവയ്ക്കുകയാണ് ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ അന്ന്. നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ രോഗങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അത് എന്ത് പ്രൊഡക്റ്റാണ് ഇവരെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ തുടങ്ങിയത്. പ്രൊഡക്റ്റ് ആക്ച്വലി കേട്ടപ്പോൾ നമുക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇതൊരു പാത്ത് ബ്രേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ കൃഷി ലോകത്ത് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമായി മാറാവുന്ന ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ അത് എത്ര നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നമ്മളെല്ലാവരും ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മാത്രം പോരാ. RCMൽ ഒരു കാര്യം നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? 100% പ്രൊഡക്റ്റീവ്സ്. നമ്മളെല്ലാവരും ഏതൊരു പുതിയ സാർ നമ്മളെ കാണിച്ചത് ആൻസർ ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം സാറിടയ്ക്ക് വന്ന് വളരെ മനോഹരമായ കമന്റ് പറഞ്ഞു. സാർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി പോയി. നമുക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് 2 മിനിറ്റ് പോലും എടുക്കാതെ സാർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. അതാണ് ദ എക്സ്പേർട്ട്. അദ്ദേഹം പറയുന്ന പ്രൊഡക്റ്റ് ഇനി എല്ലാവരും ഉപയോഗിക്കും. കാരണം പലരും ചോദിച്ചു പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു, കാരണം കേട്ടിട്ടില്ല. പക്ഷെ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയുന്ന പ്രൊഡക്റ്റ് നമ്മളൊന്ന് കാണണം, ടച്ച് ചെയ്യണം, അതൊന്ന് ഉപയോഗിച്ച് തുടങ്ങണം. അപ്പൊ നമ്മളെല്ലാവരും ആദ്യം 100% പ്രൊഡക്റ്റീവ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ RCMൽ എന്ത് പ്രൊഡക്റ്റ് വന്നാലും അതെന്താന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേട്ട ശേഷം ഇതിനെപ്പറ്റി ഒന്ന് രണ്ട് സ്ഥലത്തിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു. അങ്ങനെ എനിക്ക് 3 സെഷൻ കിട്ടി. ഞാൻ ഒരു സ്ഥലത്ത് മാത്രം പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കണ്ടു. എനിക്ക് ഉപയോഗിക്കാൻ ആക്ച്വലി മഴ മാറി വെയിൽ വരുന്ന സമയമാകുന്നേ ഉള്ളൂ, ഉപയോഗിച്ച് തുടങ്ങാറാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ നമുക്കിതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ്. കാരണം എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം, 25 വർഷമായ ഒരു കമ്പനി, ഇത്രയും സസ്റ്റൈനബിൾ ആയി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി, നോക്കൂ, ഗുഡ് ഡോട്ട് എന്നൊരു ഡിവിഷൻ നമുക്കുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് മിഷനായി തുടങ്ങിയ യങ്സ്റ്റേഴ്സിന്റെ പ്രസ്ഥാനത്തെ കൈപിടിച്ച് ഇത്രയും ഇന്നോവേറ്റീവ് ഒരു സെഗ്മെന്റിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ മഹാനായ TCG കാണിക്കുന്ന ഒരു മനസ്സ്, അത്ര വ്യത്യസ്തമായ പ്രൊഡക്റ്റ് സെലക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മിഷനറി നമുക്കുള്ളപ്പോ ഇതുപോലത്തെ പല പ്രൊഡക്റ്റുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ്, നമ്മൾ വളരെ സിമ്പിളായി പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ലോകമെമ്പാടും വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രൊഡക്റ്റ് കടക്കാം. ഓക്കെ, പ്രൊഡക്റ്റിന്റെ പേര് ജൽ സഞ്ജയ് എന്നാണ്. നമ്മൾ സഞ്ജയിക എന്നൊരു സമ്പാദ്യ പദ്ധതിയെ പറ്റി സ്കൂളുകൾ കേട്ടിട്ടുണ്ടാകും. സഞ്ജയിക, ഞാൻ എന്താ സഞ്ജയിക എന്നാ കേട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ സ്വരുക്ക് കൂട്ടുക എന്നുള്ളതാണ് ആ സഞ്ജയികയുടെ ഒരു അർത്ഥം. അതിനാണ് സഞ്ജയ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സംരക്ഷണം അല്ലെങ്കിൽ അക്യുമുലേഷൻ. അതാണ് ജൽ സഞ്ജയ്. അപ്പോ ജലത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നം. നോക്കൂ, നമ്മളുടെ ഇന്നത്തെ കൃഷിയുടെ ഒരവസ്ഥയിലൂടെ നമുക്ക് പോയാൽ മനസ്സിലാകും. കാരണം നമ്മളെല്ലാവർക്കും ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാർച്ച് 13 ഇന്ന് ഞാനിപ്പോ ഒറ്റപ്പാലത്താണുള്ളത്. അതിഭയങ്കര ചൂടാണ്. ഞാൻ കോട്ടയത്ത് വരുമ്പോൾ കോട്ടയത്ത് ചൂടാണ്, എറണാകുളത്ത് അതിനേക്കാൾ ചൂടാണ്, ഒറ്റപ്പാലത്ത് പാലക്കാട്ടെ ചൂട് നല്ല സുഖമുള്ള ചൂടാണ്. പക്ഷെ ചൂടിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമ്മൾ ഡ്രൈ ആയി മാറും, നമ്മുടെ സ്കിന്നൊക്കെ വലിയുന്നു, നമ്മുടെ ചുണ്ടില് ക്രാക്സ് വരുന്നു, അതുപോലെ ചൂട് വരുന്നു. ഇതെവിടെയാണ് ഇമ്പാക്ട് ഉണ്ടാവുന്നത്? ഇതെല്ലാം ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ മണ്ണില്, നമ്മുടെ ജലാംശത്തെ ഇമ്പാക്ട് ചെയ്യുന്നത്. നമുക്ക് ഇത് നമ്മൾക്കറിയാം, പണ്ടൊക്കെ നമുക്ക് ജനുവരി മാസത്തിൽ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വെള്ളത്തിന്റെ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഡിസംബർ മുതൽ വെള്ളത്തിന്റെ ദൗർലഭ്യത തുടങ്ങിയിട്ട് ശരിക്കും ഡിസംബറിൽ പറ്റുന്ന കിണറിൽ വെള്ളമുള്ള കിണറൊക്കെ ഇപ്പം വന്നു വെള്ളം ഇല്ലാണ്ടായി.
ശരിക്കും ഏപ്രിൽ മെയ് മാസത്തിൽ പറ്റുന്ന കിണറുകളൊക്കെ ശരിക്കും അല്ലെ വെള്ളം കുറയുന്ന കിണറൊക്കെ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേ വെള്ളം പറ്റുന്നത്. നാട് മുഴുവൻ വെള്ളം കൊണ്ട് ഓടുന്ന വണ്ടികളാണ് ഇപ്പോൾ അല്ലെ. ഇത് എവിടെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്? വെള്ളം എവിടെയാണ് പോയത്? വെള്ളം നമ്മുടെ മണ്ണിലെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ വാട്ടർ ബെഡിന്റെ ലെവൽ വളരെ താഴ്ന്നു പോയിരിക്കുന്നു. ആ താഴ്ന്നു പോയതിന്റെ ഇമ്പാക്ട് അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയിൽ എങ്ങനെ വന്നിരിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 68% കൃഷി യോഗ്യമായ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഉഴുതു മറിക്കപ്പെടുന്ന 68% സ്ഥലങ്ങളിൽ ഇന്ന് വരൾച്ചയുടെ കണ്ടീഷനാണ്. എന്താണ് കാരണം? ഗ്രൗണ്ട് വാട്ടർ 0.3 മീറ്റർ താഴേക്ക് പോയിരിക്കുന്നു. സബ്സിഡി ഉണ്ടായിട്ട് പോലും, നമ്മൾ സബ്സിഡൈസ് ചെയ്ത വെള്ളത്തിന്റെ സബ്സിഡികൾ പലതും കൊടുത്തിട്ട് പോലും നമുക്ക് അത്ര ശതമാനം വെച്ച് വെള്ളം കുറഞ്ഞു പോകുന്നു. ഇതിന്റെ പ്രശ്നം എന്താണ്? ഈ രണ്ട് കാര്യം ഇമ്പാക്ട് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ അഗ്രികൾച്ചറിൽ, അതായത് നമ്മുടെ കൃഷിയുടെ ഉൽപാദനത്തിൽ ഏകദേശം 12% മന്ത്ലി റിഡക്ഷൻ, കുറവ് സംഭവിക്കുന്നു. ഇതിന് പരിഹാരമായിട്ട് പലരും മാർക്കറ്റിൽ വരുന്നുണ്ട്, പല പല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഒന്നുകിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വളരെ വളരെ വില കൂടിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ഹിതകരമല്ല, അല്ലെങ്കിൽ നമുക്കിത് സുസ്ഥിരമല്ല. ഇങ്ങനെയുള്ള പ്രാക്ടീസിലാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൃഷിയുടെ അവസ്ഥ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് അന്ന് വൈകിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. എന്ത് ക്രോപ്പുകളും, നല്ല വലിയ പപ്പായ മരങ്ങൾ പോലും വാടി തളരുന്ന പോലുള്ള ചൂടും വെള്ളത്തിന് ദൗർലഭ്യമുണ്ട്. അവിടെ അത്രയും ഒരു എന്താ പറയുക, വലിയ ചലഞ്ചിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ, 2 യങ്സ്റ്റേഴ്സ് അവതരിപ്പിച്ച ഒരു ഉൽപ്പന്നം ലോകം കീഴടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതിനെ ഒരു മടിയും കൂടാതെ RCM എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് ഏറ്റെടുക്കാൻ നമ്മുടെ വിഷണറി, നമ്മുടെ ചെയർമാൻ, നമ്മുടെ TC ഛാബ്രാജി തയ്യാറായി. അദ്ദേഹത്തിന് വലിയ ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. എന്താണ് ജൽസഞ്ജയ്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കിയാൽ ഒന്നുമില്ല. ഈ ഒരു ഉൽപ്പന്നം പഴത്തിന്റെ തൊലി അല്ലെങ്കിൽ ഫ്രൂട്ട് എക്സ്ട്രാക്ട്, നമ്മുടെ ജ്യൂസിന്റെ ഒക്കെ വേസ്റ്റ്, ഫ്രൂട്ട് ജ്യൂസിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ പഴങ്ങളുടെ തൊലി, ഇതിൽ നിന്ന് എടുക്കുന്ന 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഡീഗ്രേഡബിൾ ഓർഗാനിക് പോളിമേഴ്സ്. ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല പപ്പായ കയ്യിൽ വെച്ചാൽ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക് പാട പോലെ തോന്നും, കോവയ്ക്ക കയ്യിൽ വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് പാട പോലെ തോന്നും എന്ന് പറഞ്ഞ കണക്ക് ഒരു പോളിമർ ക്വാളിറ്റി ഉള്ള ഒരു ജൈവ ഉൽപ്പന്നം മാത്രമാണിത്. ഓർത്ത് നോക്കൂ, പഴങ്ങളുടെ തൊലി, ബനാന പീൽസ്, ഓറഞ്ച് പീൽസ്, അത് നമ്മുടെ പഴത്തൊലി അല്ലെങ്കിൽ ഓറഞ്ച് തൊലി, പപ്പായയുടെ തൊലി, ഇങ്ങനെയുള്ള നമ്മുടെ പഴത്തൊലികളിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയ അതിന്റെ വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന ഓർഗാനിക് എന്താ പറയുക സബ്സ്റ്റൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പോളിമർ മാത്രമാണ് ഈ പറഞ്ഞ ജൽസഞ്ജയ്. ഇതിന്റെ ഗുണം എന്താണ്? ഈ ഒരു ഉൽപ്പന്നം ഇതിനെ ഡീഗ്രേഡബിൾ പോളിമറാക്കി മാറ്റുമ്പോൾ അത് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂട്ടുന്നു. അതായത് മണ്ണിലെ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂട്ടുന്നു. വളരെ വളരെ സിമ്പിൾ എന്നാൽ വലിയ ഹിസ്റ്റോറിക് ഇന്നോവേഷൻ ചെയ്ത ഒരു സെഗ്മെന്റ് ആണ്. നോക്കൂ, ചെറിയൊരു കാര്യത്തിൽ നിന്ന് അവർ എത്ര വലിയൊരു കൺവേർഷൻ ചെയ്ത് നോക്കുക. ഇത് ലാബ് ടെസ്റ്റഡ് ആണ്. ഏകദേശം 20ഓളം വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ടെസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് വെളിയിൽ 2-3 വലിയ രാജ്യങ്ങളിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടി വലിയ രീതിയിൽ അഗ്രികൾച്ചറിൽ മാറ്റം കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ജൽസഞ്ജയ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് മണ്ണിൽ മിക്സ് ചെയ്യുക എന്നുള്ള ഒറ്റ പർപ്പസ് മാത്രം, മറ്റൊന്നും ചെയ്യാൻ. നമ്മൾ മറ്റ് ഹരിതസഞ്ജീവ ഉൽപ്പന്നങ്ങൾ പോലെ നമുക്ക് സ്പ്രേ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നും ആലോചിക്കേണ്ട. ഇത് വെറുതെ മണ്ണിൽ മിക്സ് ചെയ്യുക. ഈ മണ്ണിൽ മിക്സ് ചെയ്താൽ മണ്ണിൽ വെള്ളത്തിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കൂട്ടുകയും മൈക്രോ ന്യൂട്രിയൻസ്, നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ ശരിയായ ഉപയോഗം നടക്കാൻ അല്ലെങ്കിൽ ഉപഭോഗം നടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓർക്കേണ്ടത്, ഇത് മണ്ണിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത എത്രയാണെന്ന് അറിയാൻ താഴെ ഒരു ഒറ്റ ലൈൻ നോക്കിയാൽ മതി. എന്താണോ ഈ ജൽസഞ്ജയുടെ വെയിറ്റ്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ജൽസഞ്ജയ് 1 കിലോ ആണെങ്കിൽ ആ 1 കിലോയുടെ 50 ഇരട്ടി വെള്ളത്തെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉൽപ്പന്നത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കിലോ ജൽസഞ്ജയ് ഉപയോഗിച്ചാൽ അതിന്റെ 50 ഇരട്ടി വെള്ളം അത് ആ ഒരു ഉൽപ്പന്നം പിടിച്ചു നിർത്താനുള്ള കഴിവിനുണ്ട്. ഓക്കെ, ഇതിലെന്താ ചേർത്തിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഫ്രൂട്ട് പീൽസ്, അതായത് നമ്മുടെ പഴങ്ങളുടെ തൊലികൾ. അപ്പോൾ എന്താണ് ശരിക്കും ജൈവ പദാർത്ഥങ്ങൾ മാത്രം അല്ലേ? ഓർഗാനിക് മാറ്ററാണ്. 60% മുകളിൽ ജൈവ പദാർത്ഥങ്ങൾ മാത്രം, അതായത് മണ്ണിലിട്ടാൽ അലിഞ്ഞു ചേരുന്ന ജൈവ പദാർത്ഥങ്ങൾ മാത്രമാണ് 60% മുകളിലുള്ളത്. പിന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഓർഗാനിക് കാർബൺ.
ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ഫാമിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്, എപ്പോഴാണോ നിങ്ങളുടെ മണ്ണിൽ 2% മുതൽ ഓർഗാനിക് കാർബൺ ഉണ്ടാവുന്നത്, അന്ന് മുതൽ നിങ്ങളുടെ മണ്ണ് സസ്റ്റൈനബിൾ ആയി മാറും. 6% എത്താൻ സാധിക്കും നിങ്ങൾക്ക് നനയ്ക്കുകയേ വേണ്ട. കാരണം നമ്മുടെ നല്ല മഴക്കാടുകളിലെ മണ്ണ് 6 മുതൽ 8% ഓർഗാനിക് കാർബൺ ഉണ്ട്. അവിടെ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ 60% ജൈവ വസ്തുക്കളാണ്, 30% മുകളിൽ ഓർഗാനിക് ജൈവ കാർബൺ ആണ്. അതിൽ അത്യാവശ്യമായിട്ട് ഉള്ള കുറച്ച് മൂലകങ്ങൾ, അതായത് കാൽഷ്യം, മഗ്നീഷ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, അങ്ങനെ കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളും ഏകദേശം 1 മുതൽ 5% വരെ ചേർത്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ഇത് എത്ര ഉപയോഗിക്കണം? 1 ഏക്കറിലേക്ക് നമ്മൾ 5 കിലോ ജലസഞ്ചയം ഉപയോഗിക്കണം. 1 ഏക്കറിലേക്ക് ഇത്രയും മാത്രം. അപ്പൊ നമുക്ക് നമ്മുടെ കൃഷിസ്ഥലം കുറവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അളവ് കുറയ്ക്കാം. 1/2 ഏക്കറാണെങ്കിൽ 2.5 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അളവ് കുറയ്ക്കാം. അപ്പൊ 1 ഏക്കറിൽ 5 കിലോ ജലസഞ്ചയം ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, എവിടെയൊക്കെ ഉപയോഗിക്കാം? എല്ലാ തരം കൃഷികൾക്കും, നമുക്ക് എല്ലാ തരം ധാന്യങ്ങൾക്കും, എല്ലാ നമ്മുടെ പച്ചക്കറികൾക്കും, എല്ലാ ഫലവൃക്ഷങ്ങൾക്കും, നമ്മുടെ എല്ലാ പൂന്തോട്ടങ്ങൾക്കും, നമ്മുടെ കിച്ചൺ ഗാർഡനുകൾക്കും, നമ്മുടെ ടെറസ് ഫാമിങ്, നമ്മുടെ മട്ടുപ്പാവ് കൃഷിക്കും, അതുപോലെ നമ്മുടെ നഴ്സറികൾക്കും എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നം. കാരണം എല്ലായിടത്തും വെള്ളം നനയ്ക്കേണ്ട ആവശ്യമുണ്ട്, എല്ലായിടത്തും നമ്മൾ ഈർപ്പം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അവിടെയെല്ലാം ഇത് ഏറ്റവും നല്ലതായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. എവിടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നം. ഇതില് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താണെന്ന് മനസ്സിലായി. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്ന ബ്രോഡ്കാസ്റ്റ് വിതരണ രീതി, അതായത് വിതരണം ചെയ്യുന്ന രീതി, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ സാധാരണ നമ്മൾ നെൽകൃഷി ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ പറമ്പിൽ അത്യാവശ്യം നമ്മുടെ ചെറിയ ധാന്യകൃഷി ചെയ്യുന്നവർക്കറിയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? വിതയ്ക്കുകയോ അല്ലെങ്കിൽ വാരി എറിയുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ഏക്കർ കൃഷിയിലേക്കാണെങ്കിൽ നമ്മൾ 5 കിലോ ജലസഞ്ചി എടുത്ത് 10 അല്ലെങ്കിൽ 15 കിലോ നമ്മളെ മണ്ണുമായിട്ടോ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ജൈവവളമായിട്ടോ ചേർത്തില്ല, നമ്മൾ കുറച്ച് നമ്മുടെ ഗാർഡൻ കൊണ്ട് ചേർക്കാം. അത് ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് വെറുതെ മണ്ണിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അതായത് ശരിക്കും എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന എറിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മണ്ണ് ഉഴുതു മറിക്കുക. ഒന്നുകിൽ നമ്മൾ കിളയ്ക്കുക, അല്ലെങ്കിൽ ട്രാക്ടറിന് ഉഴുതു മറിക്കുക. അതിനുശേഷം നനയ്ക്കുക. അപ്പോ മഴയുള്ള സമയത്താണ് നനയ്ക്കേണ്ട ആവശ്യമില്ല. മഴയ്ക്ക് മുമ്പാണ് നമ്മൾ, അതായത് നമുക്ക് മഴ പെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം മഴയുള്ളപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, മഴയ്ക്ക് മുമ്പ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ഉണങ്ങിയ സമയത്ത്. അപ്പം ആ സമയത്ത് ചെയ്ത ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്ത ശേഷം വേണം നമ്മൾ വിത്ത് പാകാൻ. ഓക്കെ, എന്ത് കൃഷി ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ കൂർക്ക കൃഷി പോലുള്ള കൃഷികള്, ഇഞ്ചി കൃഷികൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കൃഷികൾക്ക് നമ്മൾ ഇതേ പ്രൊഫസർ, നമ്മൾ ആദ്യം മണ്ണ് ഉഴുതു മറിച്ച്, അത് ഇട്ട ശേഷം ഉഴുതു മറിച്ച് നനച്ച ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പ്ലാന്റ് ചെയ്യാം. 15 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ, നമ്മൾ നനച്ച ശേഷം പ്ലാന്റ് ചെയ്തു, നമ്മൾ വിത്ത് നട്ടു. നട്ട ശേഷം 15 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ അന്ന് അവിടെ മണ്ണിൽ കൊടുത്ത വെള്ളത്തിന്റെ അംശം ഏകദേശം അതേപോലെ മെയിൻറ്റെയിൻഡ് ആണ്. ഏകദേശം ആ ഒരു നനവ് മണ്ണിലുണ്ടാവും മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ആക്ഷൻ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇത് വിതരണം ചെയ്ത് കൊടുത്താൽ 1 മാസം മുതൽ 6 മാസം വരെ ഇതിന് ഈ ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഇത് സ്വയം മണ്ണിലേക്ക് വിഘടിച്ച് മണ്ണിലൊരു ജൈവ വളമായി, അതിന്റെ ഓർഗാനിക് കാർബൺ, അതായത് ജൈവ കാർബൺ മണ്ണിലേക്ക് ചേർക്കുന്ന ഒരു വസ്തുവായി മാറി മണ്ണിനെ അത് ഫലഭൂഷ്ടമാക്കും. അപ്പോൾ മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേരും. 130 ദിവസം 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശരിയായിട്ട് നാച്ചുറലി അത് മണ്ണിലേക്ക് ചേർന്ന് പോകും. ഓക്കെ, നമുക്ക് സാധാരണ എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പൊ നമ്മൾ ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 2 സ്പൂൺ ജലസഞ്ചയം, 2 സ്പൂൺ ജലസഞ്ചയം നമ്മുടെ ഒരു 50 ഗ്രാം ഗാർഡൻ ഗോൾഡ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത്, നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ചുറ്റുവട്ടത്ത് നല്ലോണം മിക്സ് ചെയ്ത് ചേർക്കുക. അതായത് നമ്മുടെ വേരിൽ നിന്ന് കുറച്ച് അടുത്ത് നിൽക്കുന്ന പോലെ മാറ്റി നമ്മുടെ വേരിനോട് ചേർന്നും എന്നാൽ ചുറ്റും എല്ലാ ഭാഗത്തും എത്തുന്ന നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ദീർഘകാല വിളകൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഇപ്പൊ തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങ് എല്ലാവരും നനയ്ക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇനി 2 മാസം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇറിഗേഷൻ ഇല്ലാതെ പറ്റില്ല. നമ്മളെല്ലാ ക്രോപ്പുകൾക്കും നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമായിരുന്നു. എല്ലായിടത്തും ഡ്രിപ്പ് ഇറിഗേഷനായി അല്ലെങ്കിൽ എല്ലാ തരം ഇറിഗേഷൻ സിസ്റ്റംസും വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിപ്പോൾ വേണം, കാരണം പടുതാക്കുളങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ കുളങ്ങൾ കുഴിക്കാത്ത കൃഷിയിടങ്ങൾ ഇപ്പോഴില്ല. അപ്പൊ നമുക്ക് ഇറിഗേഷൻ, നമുക്ക് ജലം നമുക്ക് നനയ്ക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ലോങ് ടൈം, അതായത് ദീർഘകാല വിളകളായ തെങ്ങിനും കവുങ്ങിനും ഒക്കെ നമ്മൾ 20 മുതൽ 30 ഗ്രാം 3 വർഷം വരെ ഉള്ള തെങ്ങുകൾക്കിലെ കവുങ്ങുകൾ ഉപയോഗിക്കണം. എന്താണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു
ലോങ് ടൈം ക്രോപ്പും, അതായത് ദീർഘകാല വിളകളും 3 വർഷം കൊണ്ട് അത് സ്വയം പര്യാപ്തമാകും പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ. കാരണം അതിന് എവിടുന്ന് എങ്ങനെ വെള്ളം കിട്ടും? നമ്മൾ കണ്ടിട്ടുണ്ട് തെങ്ങിന്റെ ഒക്കെ വേരുകള് ദൂരങ്ങളോളം നടന്നു വന്ന് നമ്മുടെ കല്ല് കയ്യാലയൊക്കെ പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എവിടുന്ന് വെള്ളം കിട്ടുമെന്ന് കറക്റ്റ് മനസ്സിലായി സെൻസ് ചെയ്ത് അവിടെ എത്തിച്ച് വെള്ളം എടുക്കാനുള്ള സസ്റ്റൈനബിൾ മോഡൽ, അതായത് നിലനിൽപ്പിന്റെ ആവാസ വ്യവസ്ഥ അവർ തന്നെ 3 വർഷം ഉണ്ടാക്കിയെടുക്കും. നമ്മൾ അനുകൂല കാലാവസ്ഥ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രെസ്, വെള്ളമില്ലാത്ത സ്ട്രെസ് അല്ലെങ്കിൽ മണ്ണിന്റെ ആ ദൃഢത കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ 20 മുതൽ 30 ഗ്രാം വരെയും 3 വർഷത്തേക്ക് ആ പ്രായം വരെയുള്ള തെങ്ങുകൾക്കും അല്ലെങ്കിൽ കവുങ്ങുകൾക്കും അതുപോലെ ലോങ് ടൈം ക്രോപ്പുകൾക്ക് നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. 3 വർഷം കഴിഞ്ഞവയ്ക്ക് ഒരു 50 ഗ്രാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥ സമയത്ത് നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന് നമ്മുടെ സിസ്റ്റമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കോമ്പോ പാക്ക് ഉണ്ടാക്കാം. ഏതാ നമ്മൾ ഉപയോഗിക്കുന്ന ഹരിതസഞ്ജീവനിയിലെ 15 മുതൽ 20 ഗ്രാം നമ്മുടെ സോയിൽ ഹെൽത്തിന്റെ കൂടെ ഒരു അര പാക്കറ്റോ അല്ലെങ്കിൽ ഒരു പാക്കറ്റോ ഗാർഡൻ ഗോൾഡ് മിക്സ് ചെയ്ത് നമുക്കൊരു തെങ്ങിനിടാം. ആ ഇത്രയും എന്താ പറയുക, 20 ഗ്രാം നമ്മുടെ ജലസഞ്ചയും ഒരു 20 ഗ്രാം സോയിൽ ഹെൽത്തും ഒരു 79 ഗ്രാം ഗാർഡൻ ഗോൾഡും ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നമ്മൾ ഈ പറഞ്ഞ ജലം സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളം അവിടെ പിടിച്ചു നിർത്തപ്പെടുന്ന ഒരു വലിയ സംവിധാനം ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മുടെ സ്വയം പര്യാപ്തമായി വന്നുകൊള്ളും. അവിടെ നമ്മളുടെ നനയ്ക്കുന്നതിന്റെ ആവശ്യം കുറഞ്ഞു വരും. നമ്മുടെ ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത് നമ്മുടെ ഇപ്പോ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് വന്നു കഴിഞ്ഞു, എല്ലാവരും യന്ത്രവൽക്കരണമായിട്ട് വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ മിക്കവാറും എല്ലായിടത്തും നമ്മൾ ഞാറ് നടുന്നതും അല്ലെങ്കിൽ വിധിക്കുന്നതും ഒക്കെ മെഷീൻ കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നതിലേക്ക് ഈ പറഞ്ഞ ജലസഞ്ചി 5 കിലോ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ കൂടെ ചേർത്ത് നമ്മുടെ വിത്തിന്റെ കൂടെ ചേർത്ത് നമ്മുടെ ഈ സീഡ് ഡ്രില്ലിംഗ് മെഷീന്റെ ബോക്സിലിട്ട് നമ്മൾ ഇത് വിതച്ചു കൊടുക്കുന്നു, ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഉഴുതുമറിക്കുന്നു. അതിനുശേഷം നമ്മൾ നനച്ചു കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇതേ അവസ്ഥ മണ്ണില് നന്നായിട്ട് ഈർപ്പം നിലനിൽക്കുന്ന അറിയാൻ പറ്റും. 102 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഉൽപ്പന്നം മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് നമ്മുടെ മണ്ണിന്റെ കാർബൺ സംയുക്തങ്ങളെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി, അതായത് ഫലഭൂയിഷ്ഠത കൂട്ടാനും ഇത് സഹായിക്കും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കുക. ഇത് ശരിക്കും ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാല് നമ്മൾ സ്പോഞ്ചിന് വെള്ളം പിടിച്ചിരിക്കുമല്ലോ ഇതുപോലെ തന്നെ ഇത് വെള്ളത്തെ പിടിച്ചു നിർത്തുക ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേര്, ഈ ഒരു മെറ്റീരിയൽ പറയുന്ന പേര് എന്ന് പറയുക, ശരിക്കും അത് ഒരു പോളിമർ ആണ്. അതായത് ഹൈഡ്രേറ്റഡ് പോളിമേഴ്സ് എന്നാ പറയാ. ഹൈഡ്രേറ്റഡ് പോളിമർ എന്ന് പറയുന്നത് ഓർഗാനിക് ഹൈഡ്രേറ്റഡ് പോളിമർ, ജൈവ ഹൈഡ്രേറ്റഡ് പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവികമായിട്ടുണ്ടാക്കുന്ന ജലം സംരക്ഷിക്കാൻ പറ്റുന്ന പോളിമർ ആയതുകൊണ്ട് അത് മണ്ണിൽ തന്നെ കിടന്നുകൊള്ളും. എന്നാൽ അത് വെള്ളത്തിനെ പിടിച്ചു നിർത്തും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ശരിക്കും വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ആദ്യമുള്ളത് മണ്ണിനാണ്. കാരണം മണ്ണിൽ ഒത്തിരി സൂക്ഷ്മാണുക്കളുണ്ട് അതിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന. ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്, ഒത്തിരി പ്രോട്ടോസോവ, ഫംഗസ് ഒക്കെ ഉണ്ട്. അവർ വെള്ളത്തിനെ പിടിച്ചു നിർത്തും. അപ്പൊ ആദ്യം വെള്ളം നന്നായിട്ട് പിടിച്ചു നിർത്തുന്ന മണ്ണ് തന്നെയാണ്. ആ മണ്ണ് നല്ലോണം വെള്ളം പിടിച്ചു നിർത്തുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ജലസഞ്ചയം വെള്ളം എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ മണ്ണെടുക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കില്ല ജലസഞ്ചയം എടുക്കുന്നത്. പക്ഷെ ഒത്തിരി നമ്മൾ മഴ പെയ്ത് നന്നായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ജലസേചനം കൊടുക്കുമ്പോൾ മണ്ണെടുത്ത് കഴിഞ്ഞ ആ ഒരു വെള്ളത്തിന്റെ അംശത്തേക്കാൾ കൂടുതൽ ജലസഞ്ചയം വെള്ളം വലിച്ചെടുക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വെള്ളം നല്ലോണം സംരക്ഷിക്കപ്പെട്ടു, മഴ നിന്നു അല്ലെങ്കിൽ നമ്മൾ നന നിന്നു, അതിനുശേഷം എന്താ സംഭവിക്കുക? മേൽമണ്ണിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴാണോ വെള്ളത്തിന്റെ അംശം നമ്മുടെ ജലസഞ്ചയം പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അംശത്തിന് താഴെ പോകുന്നത്, അല്ലെ അതിന്റെ അളവിനേക്കാൾ താഴെ പോകുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജലസഞ്ചയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു പാർട്ടിക്കിൾസ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന വെള്ളം മണ്ണിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. ഓർത്ത് ഒരു കോമ്പിനേഷൻ പ്രൊസീജിയർ എത്ര നന്നായിട്ട് ചെയ്യുന്നത്. അതായത് വെള്ളം പിടിച്ചു വെക്കാൻ മണ്ണിനെ സഹായിക്കുന്നു, അതിന്റെ കൂടെ തന്നെ റിസർവായിട്ട് ജലസഞ്ചയം വെള്ളം പിടിച്ചു വെക്കുന്നു. എപ്പോഴാണോ മണ്ണിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു തുടങ്ങുന്നത്, അത് ജലസഞ്ചയം പിടിച്ചു വെച്ച വെള്ളത്തിനേക്കാൾ കുറയുന്നത്, അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള വെള്ളം ജലസഞ്ചയ പാർട്ടിക്കിൾസ് മണ്ണിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതെന്താ എപ്പോഴും നമ്മുടെ മണ്ണിലെ ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം എപ്പോഴും ഒരേപോലെ നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പൊ ഇതാണ് ഈ ജലസഞ്ചയം പ്രവർത്തിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഡെമോയാണ് കാണിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ ചില കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ രൂപാന്തരയാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ വന്നപ്പോൾ അവിടെ ഇതിന്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു, ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ ഒരു ടെസ്റ്റ് കാണിക്കുന്നത് 2 ഗ്ലാസ്സിൽ
മണ്ണ് ഒരേ സ്ഥലത്ത് തന്നെ ഉണങ്ങിയ മണ്ണെടുത്തിരിക്കുന്നു. അതിലേക്ക് ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് 2 സ്പൂൺ ജലസഞ്ചി ഇട്ടു. അതിൽ വെള്ളം ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. മറ്റേ ഗ്ലാസ്സിൽ വെള്ളം മാത്രം ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഒന്നില് വെറും മണ്ണ് മാത്രം വെള്ളമായിട്ട് മിക്സ് ചെയ്തു, മറ്റേതില് നമ്മൾ 2 സ്പൂൺ ജലസഞ്ചി ഇട്ട ഗ്ലാസ്സിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. രണ്ടും മിക്സ് ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഇത് നോക്കുമ്പോൾ രണ്ടാമത്തെ ആ ഫോട്ടോയിൽ കാണും, ആ ഒരു ഗ്ലാസ് അപ്സൈഡ് ഡൗൺ പിടിച്ചിരിക്കുകയാണ്, തല തിരിച്ച് പിടിച്ചിരിക്കുകയാണ്. അത്രയും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് ആ ഒരു മണ്ണിന് ഈ ജൽസ ഉണ്ടായി കൊടുത്തത്. ഓർത്ത് നോക്കൂ, ആ ഫോട്ടോയിൽ കാണുന്ന 2 ഗ്ലാസുകൾ നോക്കിയാൽ അറിയാൻ പറ്റും. വലത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ അളവ് കൂടി, അതായത് മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വന്നു. അതിന് പറയുന്നത് സോയിൽ ടെക്സ്ചർ എന്നാണ്. ആ മണ്ണിന്റെ ഘടന കൂടി, അതായത് അളവ് കൂടി 30% മണ്ണിന്റെ ആ ഒരു വിസ്താരം ഉണ്ടായി, വലിപ്പം കൂടി എന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം അതിനുള്ളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇത്രയും നല്ല ഒരു എന്താ പറയുക, ജലസംരക്ഷണ ഉപാധിയായിട്ട് നമുക്ക് ജലസഞ്ചയം വർക്ക് ചെയ്യും. അപ്പം ഇത് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാന കാര്യം എന്താണ്? നമ്മുടെ മണ്ണിന്റെ ഘടന മാറ്റുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നമ്മൾ ഏകദേശം 40% വെള്ളത്തെ ലാഭിക്കുകയാണ്. ഇപ്പൊ ഇറിഗേഷൻ ചെയ്യുന്നവർക്കറിയാം, ഇറിഗേഷൻ ചെയ്യുന്ന വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടാകും, കറണ്ട് ചെലവുണ്ട്, വെള്ളം കിട്ടാനില്ലാത്ത പ്രശ്നമുണ്ട്. ഇതെല്ലാം നമുക്ക് 40% നമുക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നനയ്ക്കേണ്ടി വരുന്ന കൃഷികൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് ട്രയൽ ചെയ്യിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും 40% വെള്ളം കുറയുമ്പോൾ എന്താണ്, വെള്ളം നമ്മുടെ മണ്ണിൽ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്ന വെള്ളത്തിന്റെ ആർദ്രത എന്താ ചെയ്യുക? നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് വളമായിക്കോട്ടെ, രാസവളമായിക്കോട്ടെ അല്ലെങ്കിൽ ജൈവവളമായിക്കോട്ടെ, ഏത് വളമാണെങ്കിലും എപ്പോഴും സംഭവിക്കുന്നത് വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് അല്ലെങ്കിൽ ഈർപ്പം അല്ലെങ്കിൽ ആർദ്രത കുറഞ്ഞത് കൊണ്ട് ആ ഫെർട്ടിലൈസറിന്റെ യൂസേജ് കണ്ടമാനം കുറഞ്ഞു പോകും. കാരണം അതൊന്നുകിൽ ഗാഠമായി പോകും, ഇല്ലെങ്കിൽ അമിതമായിട്ട് വെള്ളം വന്ന് ഒലിച്ചു പോകും. ഈ 2 പ്രശ്നങ്ങളെയും ഈ ജലസഞ്ചി അഡ്രസ് ചെയ്യുന്നു. ഈ ഈർപ്പം പിടിച്ചു നിർത്തുന്നു, മണ്ണിന്റെ ടെക്സ്ചർ നന്നായിട്ട് സ്പോഞ്ച് പോലെ നിർത്തുന്നതുകൊണ്ട് അതിനുള്ളിൽ കിടക്കുന്ന വളം ശരിയായ രീതിയിൽ അലിഞ്ഞു ചേരാനും അതിലെ എല്ലാ മൂലകങ്ങളും മിനറൽസും നന്നായിട്ട് വിഘടിച്ച് ചെടിക്കെടുക്കാൻ പറ്റുന്ന പാകത്തിലാകുകയും പൂർണ്ണമായ വിനിയോഗം നമ്മുടെ വളത്തിന് സംഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 20% വളത്തിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ 2 കാര്യം സംഭവിക്കുക, വെള്ളമുണ്ടായി, വളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ട എന്താ ഉണ്ടാവുക? നമുക്ക് 15% വിളവിൽ വർധന ഉണ്ടാവും. ഇത് 3 സംഭവിച്ചാലോ, വെള്ളത്തിന്റെ ഉപയോഗം കുറഞ്ഞു, വളത്തിന്റെ ഉപയോഗം കൂടി, അല്ലെങ്കിൽ അതിന്റെ ചെലവ് കുറഞ്ഞു, അതിന്റെ യൂസേജ് കൂടി, ചെലവ് കുറഞ്ഞു, എന്നാൽ നമ്മുടെ ഈൽഡ് കൂടി, അതായത് നമ്മുടെ വിളവ് കൂടി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക? നമ്മുടെ കൃഷിയിൽ നിന്നുള്ള വരവ് നമുക്ക് വർദ്ധിച്ചു. ഏകദേശം 25% നമ്മുടെ കൃഷിയിൽ നിന്നുള്ള ഉൽപാദനത്തിന്റെ ലാഭം അല്ലെങ്കിൽ നമ്മുടെ വരവ് നമുക്ക് ചെലവ് കുറച്ചുകൊണ്ട് കൂട്ടാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു വലിയ അനുഗ്രഹമാണ് ഇനി വരുന്ന കാലത്ത് ഈ ഉൽപ്പന്നം. ഇത് ശ്രദ്ധിക്കുക, ഇതിന്റെ ടെക്നിക്കൽ വാലിഡേഷൻ എന്തൊക്കെ സ്ഥലത്ത് എവിടൊക്കെ ഇതിനെ ശരിക്കും സാക്ഷ്യപ്പെടുത്തി. ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, അതായത് എല്ലാ യൂണിവേഴ്സിറ്റികളും, കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതിന് ട്രയൽ നടത്തി അവർ സർട്ടിഫൈ ചെയ്ത് പ്രാക്ടീസ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞ POP ഉൾപ്പെടുത്തി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ താഴെ കാണിച്ചിട്ടുണ്ട് CPR-ഉം ICAR ഒക്കെ നമ്മുടെ ഓൾ ഇന്ത്യ സർട്ടിഫിക്കേഷൻ ഗവൺമെന്റ് നിർദ്ദേശമുള്ള ഗവൺമെന്റ് അണ്ടറിലുള്ള ബോഡികളാണ് ഇവരെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഉൽപ്പന്നത്തിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന, ടെക്നിക്കൽ വാലിഡേഷൻ ചെയ്ത് സർട്ടിഫിക്കേഷൻ കൊടുത്ത ഉൽപ്പന്നമാണ്. ഇവിടെ വളരെ രസകരമായ കാര്യം, ഈ വാലിഡേഷൻ എല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും RCM ഉൽപ്പന്നം വരണമെങ്കിൽ എന്താ വേണ്ടത്? RCMന്റെ സ്റ്റാൻഡേർഡിന് പറ്റുമോ എന്ന് RCM തീരുമാനിക്കണമെങ്കിൽ TCG ഒരു നിർദ്ദേശമുണ്ട്. ആ ഉൽപ്പന്നം നല്ലതാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരാതെ ആ ഉൽപ്പന്നം നമ്മളിലേക്ക് ഉൾപ്പെടുത്തില്ല. ഇപ്പൊ ഗുഡ്ഡോട്ടിന്റെ കാര്യം, ഗുഡ്ഡോട്ടിന് എത്രമാത്രം ട്രയൽസിന് ശേഷമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്? ഇപ്പൊ തുളസി പെയിന്റ്സിന്റെ കാര്യം അല്ലെങ്കിൽ പെയിന്റ്സിന്റെ കാര്യം നമുക്ക് ആപ്റ്റല്ലെന്ന് തോന്നിയപ്പോൾ മാറ്റി മറ്റൊരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ആഡ് ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉൽപ്പന്നം വന്നപ്പോൾ ഈ ഉൽപ്പന്നത്തിന്റെ ട്രയൽസിനെ പറ്റി എല്ലാം കണ്ടു കേട്ടു മനസ്സിലാക്കി. പക്ഷെ നമ്മളുടെ സ്വന്തം അഗ്രികൾച്ചർ നമ്മുടെ തന്നെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് TCG ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഈ ഉൽപ്പന്നം RCM ഉൽപ്പന്ന ശ്രേണിയിലേക്ക് ഉൾപ്പെടുത്തിയത്. വളരെ പ്രത്യേകം എടുത്ത് ഇതിന്റെ പ്രസന്റേഷനിൽ എന്നോട് പറയുന്നുണ്ടായിരുന്നു. 3 മാസം എടുത്തു അദ്ദേഹത്തിന് ഇത് കൺവിൻസ് ചെയ്യിച്ച് പ്രൊഡക്റ്റിന്റെ റിസൾട്ട്
അവിടുത്തെ ഫീൽഡ്, നമ്മുടെ രാജസ്ഥാനിലെ ബിൽവാരയിലെ ഫീൽഡിൽ തന്നെ കാണിച്ചു കൊടുത്ത ശേഷമാണ് RCM നമുക്ക് ഒരു ഉൽപ്പന്നത്തിന് എടുക്കുന്ന കെയർ എന്തുമാത്രം, എത്രമാത്രം സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും സ്വയം ബോധ്യം വരാതെ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ചേർക്കാൻ ആ മഹാമനുഷ്യൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. നമുക്ക് അഭിമാനിക്കാം. ഇത്രയും എന്താ പറയാ, ശ്രദ്ധാപൂർവമാണ് ഉൽപ്പന്നം നമ്മുടെ ശ്രേണിയിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാം. നമുക്ക് ആരോടും പറയാൻ നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇനി സർട്ടിഫിക്കേഷൻസ്, ആദ്യത്തെ സർട്ടിഫിക്കേഷൻ നോക്കുക, ചെറുതാണെന്ന് ഞാൻ പറയാം. അത് യൂറോപ്യൻ യൂണിയൻ സർട്ടിഫിക്കേഷൻ ആണ്. യൂറോപ്യൻ യൂണിയൻ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്താൽ ലോകത്ത് എവിടെയും ഈ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യാനും സെല് ചെയ്യാനുമുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലില് ഈ ഒരു EU സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു. നമുക്ക് EU സർട്ടിഫിക്കേഷൻ നേടിയ പ്രൊഡക്റ്റ് ആണ്. ഇക്കോസേർട്ടിന്റെ ജപ്പാനിലെ ചൈനയിലെ സർട്ടിഫിക്കേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് അവർക്ക് ബോധ്യം വന്ന ശേഷം അവര് കൊടുത്ത സർട്ടിഫിക്കേഷൻസ് ആണ്. ഇത്രമാത്രം അവാർഡുകളും റെക്കഗ്നിഷൻസും വന്നൊരു പ്രൊഡക്റ്റ് ആണ്. അത് നോക്കൂ, ഇത്ര വലിയ അപ്രീസിയേഷൻ ഉള്ള പ്രൊഡക്റ്റ് ആണ് RCMന്റെ ശ്രേണിയിൽ വന്നിരിക്കുന്നത്. എത്രമാത്രം വാല്യുബിൾ ആയ ഒരു ഉൽപ്പന്നത്തെയാണ് നമ്മൾക്ക് നമ്മളുടെ ശ്രേണിയിൽ വളരെ സിമ്പിളായി നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇത് ജപ്പാനിലും ചൈനയിലും നടത്തിയ പല സ്റ്റാർട്ടപ്പ് അവാർഡ് ഫംഗ്ഷനുകളിലും ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ അവർ വളരെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളുടെയും അപ്രീസിയേഷൻസിന്റെ അവാർഡ്സിന്റെയും റെക്കഗ്നിഷന്റെ ഫോട്ടോസ് ആയി കാണുന്നത്. കൂടാതെ ഇന്ത്യയിൽ നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫംഗ്ഷനിൽ ഇത് കണ്ട് മനസ്സിലാക്കി അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബിൽ ഗേറ്റ്സ്, പുറകെ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ബിൽ ഗേറ്റ്സ് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് എത്തി ആന്ധ്രാപ്രദേശിൽ 5 സ്റ്റേറ്റിലും വിസിറ്റ് ചെയ്ത് ഈ ഉൽപ്പന്നത്തിന്റെ ഗുണം മനസ്സിലാക്കി അദ്ദേഹം സ്വയം ഒരു ബ്രാൻഡ് അംബാസഡറായി ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്ത് US എത്തിച്ച് അവിടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത G2 അവാർഡ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള ഒരു ക്ലൈമറ്റ് കൺട്രോൾ എന്താ പറയുക, അതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഫോർബ്സ് നമുക്കറിയാം. അതുപോലെ താഴെ കാണിച്ചിരിക്കുന്ന AFRI എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ ക്ലൈമറ്റ് കൺട്രോൾ റിസർച്ച് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്റ്റ് അവിടെ ഉപയോഗിക്കുകയും അതിന്റെ റിസൾട്ട് കണ്ട ശേഷം അവർക്ക് കൊടുത്ത അവാർഡാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബിൽ ഗേറ്റ്സ് വന്ന് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അങ്ങനെ 5-6 സ്റ്റേറ്റിൽ അദ്ദേഹം ട്രാവൽ ചെയ്ത് അവിടുത്തെ ഫാമേഴ്സിന്റെ ഫാമുകളിൽ പോയി ഈ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കിയ ശേഷം ഇത് അദ്ദേഹം ഒരു ബ്രാൻഡ് അംബാസഡറിനെ പോലെ ഇത് US പ്രൊമോട്ട് ചെയ്ത് അവിടെയുള്ള ഫാമുകളിൽ ഇത് വലിയ രീതിയിൽ 1000-കണക്കിന് ടൺ അവർ കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾക്ക് ഇപ്പോഴും അതെന്താണെന്ന് മനസ്സിലായി വരുന്നേ ഉള്ളൂ. അതാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഓരോന്നും നമ്മൾ എത്രമാത്രം ഡീപ്പായിട്ട് പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഉൽപ്പന്നം പോലും എത്ര വലുതാണെന്ന് നമ്മൾ അറിയേണ്ടതിന്റെ ഒരാവശ്യകത. എന്താണ് അതിന്റെ പ്രകൃതിയുമായിട്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളിലെ ഗുണങ്ങൾ? ഇത് ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 കിലോ ജൽസഞ്ജയ് എന്ന് പറഞ്ഞാൽ 1,00,000 ലിറ്റർ വെള്ളം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നം മനസ്സിലാക്കാം. 1,00,000 ലിറ്റർ. സാധാരണ ഒരു മനുഷ്യൻ ഒരു ദിവസം 200 ലിറ്റർ അടുത്ത് വെള്ളം വേണമെന്നാണ് പറയുന്നത്. 160-200 ലിറ്റർ വെള്ളം വരെ ഒരാൾക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ ജൽസഞ്ജയ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 1,00,000 ലിറ്റർ വെള്ളമാണ് നമ്മൾ ലാഭിക്കുന്നത്. അതുപോലെ തന്നെ 10 കിലോഗ്രാം ബയോ വേസ്റ്റ് ആണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, രൂപം മാറ്റി ഈ ഒരു ഉൽപ്പന്നമാക്കി മാറ്റപ്പെടുന്നത്. പുറത്തു നോക്കൂ, 1 കിലോ ജൽസഞ്ജയ് എന്ന് പറയുമ്പോൾ ഇത്രയും വെള്ളം സേവ് ചെയ്യുന്ന, ഇത്രയും വെള്ളം പ്രിസർവ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു. 10 കിലോ നമ്മുടെ ജൈവ മാലിന്യം അതിനെ രൂപമാറ്റം സംഭവിച്ച് ഒരു എന്താ പറയുക ജൈവ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. ഇതിന്റെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി 50 ഇരട്ടി ആയതുകൊണ്ട് ഇതിന് ഹൈഡ്രോഫിലിക് പോളിമർ എന്നാണ് പറയുന്നത്. ഈ ഹൈഡ്രോഫിലിക് പോളിമർ എന്ന് പറയുന്നത് 2 തരമുണ്ട്. നമ്മുടെ രാസവളവും ജൈവവളവും എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റില് വളരെ കോസ്റ്റ്ലി ആയിട്ട് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് ഉണ്ട്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാസവളങ്ങളിലൊക്കെ വരുന്ന കാരിയേഴ്സ്, മണ്ണിൽ കിടന്ന് മണ്ണിന്റെ ഘടനയെ മോശമാക്കുന്ന സിന്തറ്റിക് ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഓർഗാനിക് ഹൈഡ്രോഫിലിക് പോളിമർ ആണ്. ഇത് മണ്ണിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടുന്നു. 180 ദിവസം കഴിയുമ്പോൾ ഇത് ഓർഗാനിക് മാറ്റർ, അതായത് ജൈവ
സംയുക്തമായിട്ട് മണ്ണിൽ ചേർന്ന് അവിടെ ജൈവ കാർബണിന്റെ അളവ് കൂട്ടുന്നു. അപ്പം നാച്ചുറലി അവിടെ വെള്ളത്തിന് പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിൽ കൂട്ടിക്കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് വ്യത്യാസമാകുന്നു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ ചൂടുകാലമാകുമ്പോൾ വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി ഉള്ളപ്പോൾ അല്ലെങ്കിൽ ദൗർലഭ്യം ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൃഷിയിടത്തില്, നമ്മുടെ ചുറ്റുവട്ടത്തെ മണ്ണിന്റെ ഘടന മാറുകയും അവിടുത്തെ വാട്ടർ ബെഡ് സ്ട്രോങ് ആവുകയും നമ്മുടെ മണ്ണിൽ ഉണ്ടാവേണ്ട സൂക്ഷ്മ മൂലകങ്ങളുടെ എല്ലാ ലഭ്യത ഉണ്ടാകും, കൃഷിയുടെ ഒരു മുഖച്ഛായ തന്നെ മാറുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ശരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ശരിയായ അനുയോജ്യമായ കാലാവസ്ഥ മണ്ണിൽ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ അവശ്യ മൂലകങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും മണ്ണിൽ കൂടുവാൻ, അതായത് ഇരട്ടിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക മൾട്ടിപ്ലിക്കേഷൻ ഒത്തിരി കൂടുവാനുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നു എന്നുള്ള പ്രത്യേക ഒരു, നമുക്ക് എത്ര ശ്രമിച്ചാലും നമ്മൾ നാച്ചുറലായിട്ട് മണ്ണിനെ വിടാത്തിടത്തോളം സമയം നമുക്ക് നമ്മുടെ ഇന്റൻസീവ് ഫാമിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് കുറഞ്ഞു പോവുകയാണ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഇല്ലാതായി പോവുകയാണ്. ആ സ്ഥാനത്താണ് നാച്ചുറലി ഇതിന് കൂടുതൽ ഉണ്ടായി കാണുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു വലിയ ഒരു ഉൽപ്പന്നമാണ് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ജലസഞ്ചി. ഇനി ഓർക്കേണ്ട കാര്യം, ഈ ഒരു ഉൽപ്പന്നം ഒരു ഹൈഡ്രോഫിലിക് പോളിമർ ആയതുകൊണ്ട് മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്തുന്ന ഒരു ഉൽപ്പന്നമാണ്. പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡ് ഡോസ് മാത്രമേ ഉപയോഗിക്കാവൂ, ആ പറഞ്ഞ ഇന്റർവെല്ലിൽ മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം മഴക്കാലത്തും എല്ലാ സമയത്തും ഉപയോഗിക്കാതെ നമ്മൾ ഈ പറഞ്ഞ 6 മാസം വരെയാണ് ഇതിന്റെ കാലാവധി എന്നും 6 മാസം കഴിഞ്ഞിട്ട് ഡീഗ്രേഡ് ആകുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത്, എത്രയാണ് ഉപയോഗിക്കേണ്ടത് മാത്രം ഉപയോഗിക്കുക. ഓവറായിട്ട് ഉപയോഗിച്ചാൽ എന്തും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് നമുക്ക് ഓവറായിട്ട് ഉപയോഗിച്ചാൽ ഇത് സംയുക്തങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താനും വെള്ളത്തിന്റെ സലൈനി, അതായത് നമ്മുടെ ഉപ്പുരസം കൂട്ടാനുമുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യത പ്രത്യേകം പറയുന്നത് കൊണ്ട് ഇത് വേണ്ട അളവ് മാത്രം ഉപയോഗിച്ചാൽ മതി, ഓവറായിട്ട് ഉപയോഗിക്കേണ്ട. കാരണം കെടുവളമായിട്ട് മണ്ണില് നമ്മുടെ കമ്പോസ്റ്റുകൾ കിടന്നാൽ അല്ലെങ്കിൽ ജൈവവസ്തുക്കൾ ചീഞ്ഞളിഞ്ഞ് കിടന്നാൽ അവിടെ N2, അതായത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന നല്ലതല്ലാത്ത വാതകം, നമുക്കറിയാം നമ്മുടെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി വേസ്റ്റുകളൊക്കെ വാരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്, അത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയും. നൈട്രസ് ഓക്സൈഡ് നമുക്ക് അഴുക്കാണ്, ആ ഒരു വാതകം നമുക്ക് അഴുക്കാണ്. അതുണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ നമ്മളിത് ആവശ്യത്തിന് മാത്രം വേണ്ട സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ്? നോക്കൂ, നമ്മൾ ഇത്രയും പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സേവനം എന്താണ്? നമ്മൾക്ക് ഇന്ന് വെള്ളമില്ലാത്തത് കൊണ്ട് പല സ്ഥലത്തും കൃഷി നടക്കുന്നില്ല, അല്ലെങ്കിൽ കൃഷിയുള്ള സ്ഥലങ്ങൾ അവർ റെസ്ട്രിക്ട് ചെയ്യുന്നു. 10 ഏക്കറുള്ള ആള് 2 ഏക്കറിലേക്ക് 1 ഏക്കറിലേക്ക് 1/2 ഏക്കറിലേക്ക് കൃഷി കുറയ്ക്കുന്നു. അത് നമുക്ക് ശരിയായ രീതിയിൽ ഇതിനെ ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി നമുക്ക് വ്യാപിപ്പിക്കാനും നമുക്ക് വേണ്ട എല്ലാ സ്ഥലത്തേക്കും കൃഷിയുടെ ഒരു വലിയ വ്യാപ്തി നമുക്ക് കൂട്ടാനും നമുക്ക് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള ലാൻഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ സാധിക്കും. പറഞ്ഞതുപോലെ നമ്മൾ മണ്ണിന്റെ ടെക്സ്ചർ കൂട്ടും, അതായത് നമുക്ക് വീണ്ടും വീണ്ടും വെള്ളം നനയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജലസേചനം നടത്തേണ്ട ആവശ്യമില്ല. ആ ജലസേചനത്തിന്റെ ഇന്റർവെല്ലിൽ നമുക്ക് ഇടവേളകൾ കൂട്ടാം, അങ്ങനെ നമ്മുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ ഉൽപ്പന്നം സഹായിക്കും. ഇവിടെ ഓർക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാൽ ഈ ഉൽപ്പന്നം നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടുള്ള യൂറിയ, DAP അങ്ങനെ മറ്റ് രാസവളങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മുടെ സീഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴായാലും നമുക്ക് വാരി എറിയുമ്പോഴായാലും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പൊ ഓർക്ക് നോക്കൂ, ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന സെഗ്മെന്റുമായിട്ട് ഏറ്റവും നന്നായി മാച്ചായി പോകുന്ന ഒരു ഉൽപ്പന്നമാണ്. സോയിൽ ഹെൽത്തും ഗാർഡൻ ഗോൾഡും മണ്ണിൽ കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹരിത സഞ്ജീവനി സ്റ്റേജ് 1 മണ്ണിൽ കൊടുക്കേണ്ട ഉൽപ്പന്നമാണ്. അപ്പൊ ഹരിത സഞ്ജീവനി സ്റ്റേജ് 1 ഗാർഡൻ ഗോൾഡുമോ അല്ലെങ്കിൽ സോയിൽ ഹെൽത്തും ഗാർഡൻ ഗോൾഡുമോ എല്ലാം മറ്റ് ജൈവവളങ്ങൾ എന്തിന്റെ കൂടെ ചേർത്ത് ഇതും ചേർത്ത് മണ്ണിലേക്ക് വിതറി കൊടുത്താൽ നമുക്ക് നല്ലൊരു മണ്ണിന്റെ ഘടന മാറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് അടച്ചു വെക്കണം. ഓപ്പൺ ആക്കി വെച്ചിരുന്നാൽ അല്ലെങ്കിൽ അതിന്റെ എയറേഷൻ അല്ലെങ്കിൽ അതിനകത്ത് വായു കടക്കാൻ അവസരം ഉണ്ടായാൽ അത് വെള്ളത്തെ പിടിച്ചു വെക്കും, അത് ആ ഒരു മെറ്റീരിയൽ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിലെടുക്കുമ്പോൾ കൈ ഒരിക്കലും നനവുള്ളതായിരിക്കരുത്. നല്ല ഉണങ്ങിയ ഡ്രൈ ആയ ഒരു മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം ഉണങ്ങിയ കൈ കൊണ്ടോ മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരിക്കൽ ഓർക്കേണ്ട കാര്യം, മണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ മണ്ണ് ഉണങ്ങിയ സമയത്തെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, നനവുള്ള സമയത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ല ഉണങ്ങി കിടക്കുന്ന മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് ഉഴുത് മറിച്ച ശേഷം മാത്രം നനയ്ക്കുക. അതായത് ജലസഞ്ചി നല്ലവണ്ണം മണ്ണിൽ മിക്സ് ആയ ശേഷം മാത്രം നനയ്ക്കുക. നനഞ്ഞ മണ്ണിൽ മിക്സ് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ മിക്സ് ആവില്ല. ആ ഇടുന്ന സ്ഥലത്ത് തന്നെ അത് അക്യുമുലേറ്റ് ആയി കിടക്കും, നമ്മുടെ പർപ്പസ് സെർവ് ആവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇത്രയും മനോഹരമായ ഒരു ഉൽപ്പന്നം, ഇത്ര ഇത്ര എന്താ പറയാ, ഒരു ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും നമ്മൾക്ക്. നമ്മുടെ കൃഷിക്കാർക്കും നമ്മുടെ പ്രകൃതിക്കും ഏറ്റവും നല്ല സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കണ്ടുപിടിച്ച ഈ കമ്പനിയുടെ പേര് EF പോളിമർ എന്നാണ്. ഇത് രണ്ട് യുവാക്കൾ സ്ഥാപിച്ചതാണ്. അത് രാജസ്ഥാനിലാണ് അവരുടെ സ്ഥലം. നമ്മുടെ ബിൽവാരിക്ക് അടുത്താണ് അവരുടെ സ്ഥലം. അവർക്ക് ജപ്പാനിലും US ഹെഡ് ഓഫീസ് ഉണ്ട്. ഒരു വലിയ ഒരു ഇന്നോവേറ്റീവ് ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഏറ്റവും എന്താ പറയുക, ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവരിട്ട പേര് ഫസൽ അമൃത് എന്നാണ്. അവർ കൊടുത്തിരിക്കുന്ന അവരുടെ കോമൺ നെയിം ഫസൽ അമൃത് എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ TCG പറഞ്ഞ് സജസ്റ്റ് ചെയ്ത പേരാണ് ജൽ സഞ്ജയ്. അങ്ങനെയാണ് നമുക്ക് ജൽ സഞ്ജയ് എന്നൊരു പേര്. RCMൽ അതിന്റെ പേര് ജൽ സഞ്ജയ് എന്നാണ്. അപ്പൊ ഇത്രയും പെക്യുലറായ, അതായത് വളരെ ശ്രദ്ധാപൂർവം എന്താണോ, എന്തിനാണോ, എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, എന്താണ് മാറ്റം വരുത്തുക, ഇതുകൊണ്ട് ആർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും, പ്രകൃതിക്ക് എന്ത് മാറ്റം ഉണ്ടാകും, വരും തലമുറയ്ക്ക് എന്ത് മാറ്റം ഉണ്ടാകും എന്ന് ഇത്ര ശ്രദ്ധാപൂർവം നമുക്ക് ഇങ്ങനെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിലേക്ക് വലിയ വലിയ എന്താ പറയുക തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന നമ്മുടെ മഹാനായ TCക്ക് ആ മഹാനായ മനുഷ്യനെ ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തെ നമ്മളുടെ ഈ ഒരു വലിയ പ്രസ്ഥാനം നമുക്ക് നൽകിയ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ RCM, ജയ് ഹിന്ദ്.